വെൽക്കം ടു ജൂലീനാസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉള്ളി സാമ്പാറാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി 2 കപ്പ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉണക്കമുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 5 എണ്ണം, പച്ചമുളക് 2 എണ്ണം, മുളക് പൊടി 2 ടീസ്പൂൺ, സാമ്പാർ പൗഡർ 3 ടേബിൾ സ്പൂൺ, കായപ്പൊടി 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, ഉലുവ 1 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ, തുവരപ്പരിപ്പ് 1 കപ്പ്, പുളി 1 നെല്ലിക്ക വലിപ്പത്തിൽ, 2 ചെറിയ തക്കാളി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ, 1 ചെറിയ കഷ്ണം ശർക്കര, വെള്ളം ആവശ്യത്തിന്. ആദ്യം കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത പരിപ്പിടാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കറിലെ സ്റ്റീമെല്ലാം പോയി കഴിയുമ്പോൾ തുറക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് വഴറ്റാനുള്ള ഐറ്റംസൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി, ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇടാം. ഇനി ഇതിലേക്ക് അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, അല്പം മുളക് പൊടി, ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ഞാൻ എടുത്തു വെച്ചത് ഇടാൻ മറന്നുപോയി. നമുക്ക് ആ വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടാം. നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് അധികം ഇടണം എന്നില്ല. മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ടാൽ മതി. ഇതിന് ശേഷം നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൗഡർ ഇടാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ, ഇല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ഇപ്പോൾ ഉള്ളിയുടെ കൂടെ തക്കാളി ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഞാൻ ഈ പുളിവെള്ളം ഒരു 15 മിനിറ്റ് മുന്നേ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തിരിക്കുന്നുണ്ട്. അത് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് നമ്മുടെ സാമ്പാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിക്കാം. ഇനി
ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇടുമ്പോൾ ഉള്ളി സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് താളിച്ചൊക്കെ ഇടാം. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇടാം. പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം ഉലുവ ഇടാം. ഉണക്കമുളകും വേപ്പിലയും ഇടാം. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.